നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനിടെ പ്രതിപക്ഷവും സർക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ ബി.ജെ.പി. എം.പി. കങ്കണ റണാവത്ത് പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു. പാർലമെന്റ് സമുച്ചയത്തിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സഭയിൽ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുമ്പ് ബഹളം വെച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ചർച്ച നടക്കാൻ പോകുമ്പോൾ അവർ പിന്മാറുകയാണെന്നും കങ്കണ പറഞ്ഞു. പ്രതിപക്ഷം ആദ്യം ഒരു സംവാദത്തിനായി ഇത്രയധികം കോലാഹലം സൃഷ്ടിച്ചുവെന്നും കങ്കണ റണാവത്ത് പറഞ്ഞു. ഇപ്പോൾ ചർച്ച നടക്കാൻ പോകുമ്പോൾ അവർ ഓടിപ്പോവുകയാണ്. അമിത്ഷായെ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സഭ എങ്ങനെ പ്രവർത്തിക്കുമെന്നും കങ്കണ ചോദിച്ചു. പ്രതിപക്ഷം ദേശവിരുദ്ധ ശക്തികളുടെ കൈകളിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് രാജ്യം കാണുന്നുണ്ടെന്നും പറഞ്ഞ ബി.ജെ.പി. എം.പി. പ്രതിപക്ഷത്തിന്റെ മനോഭാവത്തെയും ചോദ്യം ചെയ്തു. ഒരു ദിവസം പോലും സഭ സുഗമമായി പ്രവർത്തിക്കാൻ പ്രതിപക്ഷം അനുവദിക്കാത്തത് ലജ്ജാകരമാണെന്നും അവർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുടെ മറുപടികൾ സഭയിൽ നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഈ ആവശ്യം അംഗീകരിച്ചു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് സഭയിൽ ഉത്തരം നൽകുമെന്ന്. എന്നാൽ അതിനു മുമ്പ് സഭയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ പ്രതിപക്ഷം അവരുടെ ബഹളം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും കങ്കണ വ്യക്തമാക്കി. വാസ്തവത്തിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വിവിധ വിഷയങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിരവധി വിഷയങ്ങളിൽ അടിയന്തര ചർച്ചകൾ ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. അതേസമയം നിയമങ്ങൾക്കുള്ളിൽ പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സർക്കാർ വാദിക്കുന്നു. പ്രതിപക്ഷത്തിനുണ്ടായേക്കാവുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകപ്പെടുമെന്നും ബി.ജെ.പി. വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ജന്തർ മന്ദർ സമരത്തിൽ പാറ്റുകൾക്കൊപ്പം നിൽക്കുകയും റാഞ്ചിയിൽ പ്രതിഷേധിക്കുന്നവരുടെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാട്ടുകയും ചെയ്യുന്ന നടൻ നസ്രുദ്ദീൻ ഷായ്ക്കെതിരെ പീയൂഷ് മിശ്രയും കങ്കണ റണാവത്തും 2 ദിവസം മുൻപാണ് നടൻ പീയൂഷ് മിശ്ര റാഞ്ചിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കാണാനെത്തിയത്. ഒപ്പം അദ്ദേഹം ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു. ജന്തർ മന്ദർ സമരത്തിൽ കലാപം നടത്തിയവർക്കെതിരെ പിന്തുണ അറിയിച്ച നസ്രുദ്ദീൻ ഷാ റാഞ്ചിയിലെ പ്രതിഷേധം അറിയാത്ത മട്ടിലാണ് പെരുമാറുന്നത്. നേരത്തെ നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയ്ക്കിടെ കുട്ടികളുടെ പ്രതിഷേധങ്ങളിൽ മൗനം പാലിച്ച നടന്മാരെ നസ്രുദ്ദീൻ ഷാ നായ്ക്കളോട് ഉപമിച്ചിരുന്നു. വായിൽ എല്ലുകുടുങ്ങിയ നായ്ക്കൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നാണ് നസ്രുദ്ദീൻ ഷാ അന്ന് പറഞ്ഞത്. ഇന്ന് അതേ ചോദ്യം തന്നെ തിരികെ ചോദിച്ചിരിക്കുകയാണ് പീയൂഷ് മിശ്ര. JPSC പേപ്പർ ചോർച്ചയിൽ മൗനം പാലിക്കുന്ന വായിൽ എല്ലുകുടുങ്ങിയ നായ ആരാണെന്നാണ് പീയൂഷ് മിശ്ര ചോദിച്ചത്. നടി കങ്കണയും ഷായ്ക്കെതിരെ രംഗത്തെത്തി. എല്ലാവരും ആരുടെയെങ്കിലും നായികളാണ് എന്നതാണ് സത്യം. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് രാജ്യത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിനുവേണ്ടി ഞാൻ പോരാടുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. നസ്രുദ്ദീൻ ഷാ ഈ രാജ്യത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ അയൽ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു. ഇക്കാലത്ത് ഒരാളെ നായ എന്ന് വിളിക്കുന്നത് അഭിനന്ദനമാണ്. കാരണം വിശ്വസ്തതയും നിഷ്കളങ്കതയും വളരെ അപൂർവമാണ്. അതിനാൽ നസ്രുദ്ദീൻ ഷായെ പോലെ ഒരു കുറുക്കൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ഞാൻ നായ എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കങ്കണയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.